നമസ്കാരം. മലയാളി വാർത്തയിലേക്ക് സ്വാഗതം. കേരളത്തിലെ ജനങ്ങൾ ഒന്നടങ്കം ചോദിക്കുന്നു, എവിടെയാണ് സാർ എല്ലാം റെഡിയായത്? കേരളത്തിലെ റോഡെല്ലാം റെഡിയായെന്ന പരസ്യവുമായി KSRTC ബസ് പലയിടത്തും അതിൻ്റെ വലിയ പോസ്റ്റർ ഒട്ടിച്ച് നമ്മുടെ സംസ്ഥാനാന്തര പാതയിലൂടെ സർവീസ് നടത്തുന്നുണ്ട്. ഈ ഒരു പരസ്യം മാത്രമല്ല, പല പരസ്യങ്ങളും പിണറായി സർക്കാരിൻ്റെ പല വാഗ്ദാനങ്ങളും ചെയ്ത കാര്യങ്ങൾ വലിയ പോസ്റ്റർ ഒട്ടിച്ചുകൊണ്ടാണ് നമ്മുടെ KSRTC ബസ്സുകളൊക്കെ തന്നെ ഇപ്പോൾ നിരത്തിലിറങ്ങുന്നത്. അതിൽ കണ്ടിട്ടുള്ളൊരു വാചകമാണ് നമ്മുടെ റോഡുകളെല്ലാം ശരിയായി എന്നുള്ളത്. പക്ഷേ ഇതേ റോഡുകളിൽ വീണാണ് കഴിഞ്ഞ 2 ആഴ്ച മുമ്പും കഴിഞ്ഞ ദിവസവും ചെറുപ്പക്കാർ മരിച്ചു വീഴുന്നത്. കുഴിയിൽ വീണുള്ള അപകടങ്ങൾ വർദ്ധിച്ചിട്ടും എന്താണ് ഈ റോഡ് റെഡിയാക്കാത്തത് എന്നാണ് നാട്ടുകാരുടെ തിരിച്ചുള്ള ചോദ്യം. തകർന്ന റോഡ് നന്നാക്കാൻ നടപടി വൈകുന്ന ഓരോ നിമിഷവും ജനങ്ങളുടെ ജീവന് ഭീഷണി തുടരുകയാണ്. കഴിഞ്ഞ ദിവസം കോടതിയും അതിവൈകാരികമായിട്ടാണ് ഈ വിഷയത്തിൽ പ്രതികരിച്ചത്. ആർക്കും സങ്കടമില്ലേ? വെറും 27 വയസ്സുള്ള ചെറുപ്പക്കാരന്റെ ജീവനാണ് റോഡിലെ കുഴിയിൽ പൊലിഞ്ഞത്. അതാകട്ടെ അധികൃതരുടെ അനാസ്ഥ കൊണ്ടും. ഒട്ടേറെ ഉത്തരവുകളുണ്ടായി, എന്ത് ഫലം? സിസ്റ്റത്തിന്റെ പരാജയമാണിത്. ആവർത്തിക്കുന്ന അപകടങ്ങൾ കോടതിയെ വേദനിപ്പിക്കുകയാണ് എന്നാണ് ഹൈക്കോടതിയുടേത് വളരെ വൈകാരികമായ പ്രകടനവും രോഷവും കഴിഞ്ഞ ദിവസം നമ്മൾ കണ്ടത്. തൊടുപുഴ മുതലക്കോടത്ത് കഴിഞ്ഞ ദിവസം ബൈക്ക് യാത്രികനായിട്ടുള്ള ജെയ്സ് ബെന്നി റോഡരികിലെ കുഴിയിൽ വീണ് മരിച്ച സംഭവമാണ് ജസ്റ്റിസ് ദേവൻ രാമചന്ദ്രനെ വേദനിപ്പിച്ചത്. റോഡുകളുടെ ശോചനീയാവസ്ഥ സംബന്ധിച്ച ഹർജികൾ പരിഗണിക്കുകയായിരുന്നു കോടതി. അപകട മരണം സമൂഹം മണിക്കൂറുകൾക്കകം മറക്കും. എന്നാൽ ഉറ്റവരെ നഷ്ടപ്പെട്ടവർ ജീവിതകാലമാകെ വിഷമിക്കും, മാനസികമായി തകരും. അതിനാൽ സർക്കാരും സമൂഹവും ജാഗ്രത പാലിക്കണം. ഇത്തരം സംഭവങ്ങൾ പാഠമായി എടുക്കണം. മുതലക്കോടം അപകടത്തിൽ ഹൈക്കോടതി സർക്കാരിൽ നിന്നും റിപ്പോർട്ട് തേടിയിട്ടുണ്ട്. ഇവിടെ പൊതുമരാമത്ത് ഭരിക്കുന്നത് നമുക്കറിയാം മന്ത്രി മുഹമ്മദ് റിയാസാണ്. ഇവിടെ മുഖ്യമന്ത്രിയുടെ പല വാചകങ്ങളും പൊതുമരാമത്തിൻ്റെ കീഴിൽ നന്നാക്കിയിട്ടുള്ള റോഡുകളെല്ലാം ശരിയായി എന്ന് പറഞ്ഞുകൊണ്ട് KSRTCയിൽ പരസ്യവാചകങ്ങൾ എഴുതിയ ബസ്സുകൾ നമ്മുടെ സംസ്ഥാനത്ത് അങ്ങോട്ടും ഇങ്ങോട്ടും ഓടുമ്പോൾ ഒരു കാര്യം ഓർക്കുക, എല്ലാം മുഴുവൻ ശരിയായിട്ടില്ല എന്നുള്ളത്. ഇന്നും വളരെ അപകടം നിറഞ്ഞ കുഴികൾ നമ്മുടെ റോഡുകളിലുണ്ട്. അതിപ്പോൾ എവിടെയെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ എല്ലായിടത്തുമുണ്ട്. അതുകൊണ്ട് സൂക്ഷിക്കേണ്ടത് ഓരോ ജനങ്ങളാണ്. വാഹനം ഓടിക്കുന്നവരും കാൽനട യാത്രക്കാരും വളരെ ജാഗ്രതയോടുകൂടി തന്നെ റോഡുകളിൽ ഇറങ്ങുമ്പോൾ സൂക്ഷിക്കണമെന്ന് മാത്രമാണ് പറയാനുള്ളത്. ഏതായാലും ഇപ്പോൾ അമിക്കസ് ക്യൂറി വിനോദ് ഭട്ട് കോടതിയിൽ റിപ്പോർട്ട് നൽകിയിരുന്നു. വിഷയം മാർച്ച് 5 വീണ്ടും പരിഗണിക്കും. അപകടശേഷം പ്രശ്നം പരിഹരിച്ചാൽ പോരാ. അലക്ഷ്യമായ ഡ്രൈവിങ്ങിലൂടെ അപകടങ്ങൾ ഉണ്ടാകുന്നുണ്ട്. അതിലുമേറെ വേദനാജനകമാണ് സിസ്റ്റം പിഴവ് കൊണ്ടുണ്ടാകുന്ന അപകടങ്ങളെന്ന് ഹൈക്കോടതി പറഞ്ഞത്. ഈ സിസ്റ്റം എന്നുദ്ദേശിച്ചത് 1-2 വ്യക്തിയല്ല, ഒരു കൂട്ടം ആളുകളെയാണ്. ഇത് ഭരിക്കുന്ന ആളുകളെയാണ്. കൃത്യമായി താഴെ തട്ടിൽ നിന്നും മുകൾ തട്ട് വരെയുള്ള പല ഉദ്യോഗസ്ഥരെയുമാണ് ഈ സിസ്റ്റം എന്നുകൊണ്ട് ഉദ്ദേശിച്ചിരിക്കുന്നത്. എല്ലാ വകുപ്പുകളുടെയും ചുമതലക്കാരായ സർക്കാരാണ് നിയന്ത്രണങ്ങൾക്ക് ചുക്കാൻ പിടിക്കേണ്ടത്. അപകടം നടന്ന ശേഷം പരിഹാരം ഉണ്ടാക്കുന്നതിനേക്കാൾ അപകടമുണ്ടാകാതെ നോക്കുകയാണ് വേണ്ടത്. ഉദ്യോഗസ്ഥർക്കെതിരെ നടപടി അറിയിക്കണം. ഒന്ന്, സ്ലാബ് തകർന്നതിനെ തുടർന്ന് വർഷങ്ങളായി മൂടാതെ കിടന്ന കുഴിയിലായിരുന്നു അപകടം. ഇതിന് ഉത്തരവാദികളായ ഉദ്യോഗസ്ഥർക്കെതിരെ സ്വീകരിച്ച നടപടി എന്തെന്ന് അടുത്ത തവണ ഹർജി പരിഗണിക്കുമ്പോൾ അറിയിക്കണം. 2, അപകടത്തിന്റെ സാഹചര്യങ്ങൾ ഗൗരവമായി പരിശോധിക്കുമെന്ന് സർക്കാർ ഉറപ്പ് നൽകിയിട്ടുണ്ട്. എല്ലാ വകുപ്പുകളെയും ജാഗരൂകമാക്കുമെന്നും ബോധിപ്പിച്ചു. ഓടയിൽ സ്ലാബുകൾ 4 നാളുകൾക്കകം മാറ്റണം അല്ലെങ്കിൽ പുനഃസ്ഥാപിക്കുന്നതിനുള്ള നടപടികൾ പൊതുമരാമത്ത് വകുപ്പ് ഉടൻ ആരംഭിക്കുമെന്നാണ് അറിയിച്ചിരിക്കുന്നത്. കല്ലുങ്ങിനടിയിലൂടെ കുടിവെള്ള പൈപ്പ് പോകുന്നുണ്ട്. ഇത് വാട്ടർ അതോറിറ്റി മാറ്റി സ്ഥാപിക്കും. പിന്നാലെ സ്ലാബ് ഇടും. 4 ദിവസത്തിനകം മുഴുവൻ പണികളും തീർക്കുമെന്നാണ് പൊതുമരാമത്ത് എക്സിക്യൂട്ടീവ് എഞ്ചിനീയർ UM ശൈലേന്ദ്രൻ അറിയിച്ചിരിക്കുന്നത്. ഒരുപക്ഷെ 10 വർഷം മുമ്പ് കുഴിയടച്ചിരുന്നെങ്കിൽ ഒരുപാട് പേർക്ക് രക്ഷയാകുമായിരുന്നു. ഒരു പെറ്റി കേസ് പോലും നേരിട്ടിട്ടില്ലാത്ത ഞാൻ നിയമ നടപടിക്കുള്ള മാനസികാവസ്ഥയിലല്ല. ഹൈക്കോടതി തന്നെ തുണയാവട്ടെ എന്നാണ് മരിച്ചിട്ടുള്ള യുവാവിൻ്റെ പിതാവ് പറഞ്ഞിരിക്കുന്നത്. ഈ അച്ഛൻ പറഞ്ഞ വാക്കുകൾ വേദനിപ്പിക്കുന്നത് ഓരോ മലയാളികളെയാണ്. കാരണം അവർക്കെല്ലാം തന്നെ ഒരു ഏക ആശ്രയമായിരുന്ന മകനാണ് ഇവിടെ ഈ പറഞ്ഞ സിസ്റ്റത്തിൻ്റെ പിടിപ്പ് കേടുകൊണ്ട് ആ കുഴിയിൽ വീണ് മരിക്കേണ്ടി വന്നിരിക്കുന്നത്.
ദാരിദ്ര്യത്തിൽ നിന്ന് കുടുംബത്തെ കരകയറ്റാൻ വിദേശത്തേക്ക് പറക്കണമെന്നായിരുന്നു ഈ ജെയ്സ് എന്ന് പറയുന്ന ഈ യുവാവിന്റെ സ്വപ്നം. ആ സ്വപ്നം സഫലമാകും മുമ്പ് പൊതുമരാമത്ത് വകുപ്പിന്റെ അനാസ്ഥയിൽ അവന് ജീവൻ നഷ്ടമായി. തൊടുപുഴയിൽ മുതലക്കോടത്ത് റോഡിനോട് ചേർന്ന് 15 വർഷം മുമ്പ് സ്ലാബ് തകർന്ന് രൂപപ്പെട്ടതും അധികൃതർ അടയ്ക്കാൻ കൂട്ടാക്കാതിരുന്നതുമായ കുഴിയിൽ വീണാണ് യുവാവ് മരിച്ചത്. മുതലക്കോടം കുന്നേൽ ബെന്നി ബിന്ദു ദമ്പതികളുടെ മകൾ ജെയ്സ് ബെന്നി 27 വയസ്സാണ് മൗറീഷ്യസിലെ ജോലിക്ക് നടപടി പൂർത്തിയാക്കി വിസയ്ക്ക് കാത്തിരിക്കെ അപകടത്തിൽ മരിച്ചത്. കുഴി അടയ്ക്കണമെന്നാവശ്യപ്പെട്ട് നാട്ടുകാർ പലതവണ പരാതി നൽകിയെങ്കിലും ആരും തിരിഞ്ഞു നോക്കിയില്ല. മുൻപ് 3 പേർ വീണ് പരിക്കേറ്റിട്ടും കുഴി അടയ്ക്കാൻ കൂട്ടാക്കാതിരുന്നത് ഒരു ജീവൻ പൊലിയാൻ വേണ്ടിയുള്ള കാത്തിരിപ്പായിരുന്നോ എന്നും നാട്ടുകാർ ചോദിക്കുന്നു. തിങ്കളാഴ്ച രാത്രി 10:30-ഓടെയാണ് അപകടം. വളവിൽ നിയന്ത്രണം വിട്ട ബൈക്ക് സ്ലാബില്ലാത്ത കാനയിലേക്ക് മറിഞ്ഞു. ബൈക്കിനൊപ്പം ജെയ്സും കുഴിയിലേക്ക് വീണു. ശബ്ദം കേട്ട് ഓടിയെത്തിയ സമീപവാസികൾ ഉടൻ മുതലക്കോടം ആശുപത്രിയിൽ എത്തിച്ചെങ്കിലും രക്ഷിക്കാനായില്ല. അപകടക്കുഴി വ്യാപാരികൾ അവരുടെ ചെലവിൽ മൂടാൻ തയ്യാറായെങ്കിലും സമ്മതിച്ചില്ലെന്ന് പറയുന്നു. മൂവാറ്റുപുഴയിൽ സ്വകാര്യ സ്ഥാപനത്തിൽ ജോലി ചെയ്യുന്ന ബെന്നിയുടെയും സ്കൂൾ ബസ്സിലെ ആയയായ ബിന്ദുവിൻ്റെയും ഏക പ്രതീക്ഷയായിരുന്നു ജെയ്സ്. ഹോട്ടൽ മാനേജ്മെന്റ് പഠനത്തിന് ശേഷമാണ് വിദേശ ജോലിക്ക് ശ്രമിച്ചത്. മൃതദേഹം മുതലക്കോടം സെന്റ് ജോർജ് ഫൊറോന പള്ളിയിൽ സംസ്കരിച്ചു. നിർധന കുടുംബത്തിന്റെ ഏക പ്രതീക്ഷയായിരുന്നു ഈ പറയുന്ന യുവാവ്. ഡിഗ്രി പഠനത്തിന് ശേഷമാണ് എറണാകുളം ഹോട്ടൽ മാനേജ്മെന്റ് ബിരുദം കൂടി എടുത്ത ജെയ്സ് ബെന്നി മൊറീഷ്യസിലേക്ക് പോകാനുള്ള നടപടികൾ പൂർത്തിയാക്കി വിസയ്ക്കായി കാത്തിരിക്കുന്നതിനിടെയാണ് അത്യാഹിതം സംഭവിച്ചത്. വൈകിട്ട് ഭക്ഷണം കഴിക്കാനായി മങ്ങാട്ട് കവലയിൽ പോയി വരാമെന്ന് പറഞ്ഞ് 9:30-ഓടെ വീട്ടിൽ നിന്ന് പുറപ്പെട്ടതായിരുന്നു ജെയ്സ്. പിന്നീട് 1 മണിക്കൂറിന് ശേഷം ജെയ്സിന്റെ അപകട വാർത്തയാണ് വീട്ടിലെത്തിയത്. വീട്ടുകാർ ആശുപത്രിയിൽ എത്തുമ്പോഴേക്കും ജെയ്സിന്റെ ജീവൻ നഷ്ടമായിരുന്നു. മൂവാറ്റുപുഴയിൽ സ്വകാര്യ സ്ഥാപനത്തിൽ ജോലിക്കാരനാണ് ജെയ്സിന്റെ പിതാവ് ബെന്നി. ഏതായാലും ആ കുടുംബത്തിന്റെ ഒരു ഏകാശ്രയത്തിന്റെ ഇപ്പോൾ ജീവൻ നഷ്ടമായിരിക്കുന്നതോ, ഇതിപ്പോൾ ആരെയാണ് കുറ്റം പറയേണ്ടത് എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഈ പറഞ്ഞ പോലെ 1-2 വ്യക്തികളുടെയല്ല. ഇനിയും ഇത്തരത്തിലുള്ള കുഴികൾ അതിൽ പലതും പല ഉദ്യോഗസ്ഥരും കാണുന്നുണ്ടാവില്ലായിരിക്കാം. പക്ഷേ കൃത്യമായിട്ട് ഈ അപകടം നിറഞ്ഞ കുഴികൾ അത് മൂടുവാനുള്ള നടപടികൾ വളരെ വേഗത്തിൽ തന്നെ എടുക്കേണ്ടതാണ്. കാരണം ഇല്ലെങ്കിൽ ഇനിയും നമ്മൾ ഒരു ജീവൻ നഷ്ടമായിട്ട് ഇതിനെ വാർത്തയാക്കിയിട്ടോ ഇതിനെ ചർച്ചയാക്കിയിട്ടോ 4 ആൾ ചേർന്ന് റോഡിൽ സമരം നടത്തിയിട്ടോ കാര്യമില്ല. ഇനി ഇത്തരത്തിലുള്ള അപകടങ്ങൾ ഉണ്ടാകാതിരിക്കാനുള്ള വഴികളാണ് നമ്മളിവിടെ തേടേണ്ടത്. പലയിടത്തും ഇത്തരത്തിൽ സ്ലാബില്ലാതെ വളരെ അപകടം നിറഞ്ഞ കിണികൾ കിടക്കുന്നുണ്ട് എന്നുള്ളതാണ്. ഏതായാലും ഒരു നടപടി ഉണ്ടാകട്ടെ എന്നാണ് എല്ലാവരും പറയുന്നത്. 3 മാസം മുമ്പ് ഇത്തരത്തിലുള്ള അപകടങ്ങൾ പലപ്പോഴായിട്ട് നടന്നിട്ടുണ്ട്. ഇതിൽ പല ആളുകൾക്കും ജീവൻ നഷ്ടമായിട്ടില്ലെങ്കിലും അവരുടെ ശരീരത്തിൽ വലിയ രീതിയിലുള്ള പരിക്കുകളാണ് പറ്റുന്നത്. പക്ഷേ ജീവിതകാലം മുഴുവൻ നീണ്ടു നിൽക്കുന്ന വേദനയായിരിക്കാം. ഇതിനൊക്കെ തന്നെ ആരോടാണ് പരാതി പറയേണ്ടത്? അതിനാണല്ലോ ഒരു പൊതുമരാമത്ത് വകുപ്പ് എന്ന് പറയുന്ന വകുപ്പുള്ളത്. അതിന് കീഴിൽ എത്ര ആളുകളാണ് ജോലി ചെയ്യുന്നത്? അവർക്ക് എത്രയാണ് ശമ്പളം? ഇതൊക്കെ നമ്മൾ വിലയിരുത്തേണ്ടിയിരിക്കുന്നു. ഇവിടെ മാത്രമല്ല, പലയിടത്തും പാലക്കാട് പൊള്ളാച്ചി പാതയിൽ ഇരട്ടക്കുളം മുതൽ ഗോപാലപുരം വരെയുള്ള 12 കിലോമീറ്റർ റോഡിലും കഴിഞ്ഞ കുറച്ച് മാസങ്ങൾക്കിടെ മാത്രം 11 ജീവനുകളാണ് നഷ്ടപ്പെട്ടതെന്ന് റിപ്പോർട്ടുകൾ വന്നിരുന്നു. കഴിഞ്ഞ ദിവസത്തെ അപകടത്തിലും പ്രധാന വില്ലൻ റോഡിലെ കുഴി തന്നെയാണ്. 2 വർഷം മുമ്പ് റോഡ് നന്നാക്കാൻ കരാർ എടുത്തയാൾ പണി ചെയ്യാതെ വന്നതോടെ കരാറുകാരനെ നീക്കുകയും കരാർ റദ്ദാക്കുകയും ചെയ്തു. പുതിയ ടെൻഡർ ക്ഷണിച്ച് പണി തുടങ്ങാനുള്ള നടപടികൾ പുരോഗമിക്കുകയാണെന്ന് അധികൃതർ പറയുമ്പോഴും ഈ റോഡിൽ ഉണ്ടാകുന്ന അപകടങ്ങൾ വർദ്ധിക്കുന്നത് ജനങ്ങളെ ഭീതിയിലാഴ്ത്തുന്നു. അതേസമയം നിയമസഭാ തെരഞ്ഞെടുപ്പ് അടുത്തിരിക്കുന്ന സാഹചര്യത്തിൽ പ്രഖ്യാപനം വന്നാൽ റോഡ് നവീകരണം വീണ്ടും മാസങ്ങൾ നീണ്ടുപോകാനുള്ള സാധ്യതയും കൂടുതലാണ്. കരാറുകാരനെതിരെയും റോഡ് നവീകരിക്കാൻ ചുമതലയേറ്റ കേരള റോഡ് ഫണ്ട് ബോർഡ് ഉദ്യോഗസ്ഥർക്കെതിരെയും കേസെടുക്കണമെന്നാണ് പ്രതിഷേധക്കാർ ആവശ്യപ്പെട്ടിരിക്കുന്നത്. മാത്രമല്ല, പൊതുജനങ്ങൾക്കുണ്ടാകുന്ന നഷ്ടങ്ങൾക്ക് തക്കതായ നഷ്ടപരിഹാരം നൽകാൻ ബന്ധപ്പെട്ട അധികാരികൾ തയ്യാറാകണമെന്നും നാട്ടുകാർ ആവശ്യപ്പെട്ടു.